ഹായ് നമസ്കാരം. ഇന്ന് നിങ്ങൾ എന്തിനെങ്കിലും വേണ്ടി കാത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ കാര്യം എത്രയും വേഗം നടക്കുമോ? എന്താണ് അതിൻ്റെ കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ പലർക്കും ഇത് റീസെൻ്റായിട്ട് കണക്റ്റ് ആവണമെന്നില്ല. കണക്റ്റ് ആകുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾ കാത്തിരിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുമോ? അതുകൊണ്ട് നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാകുമോ? അല്ലെങ്കിൽ നിങ്ങൾ അതുകൊണ്ട് ഹാപ്പി ആയിരിക്കുമോ എന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു 3 കാർഡ് നമുക്ക് എടുക്കാം. 11 ഓഫ് കപ്സ് ഒന്നാമത്തെ കാർഡ്, രണ്ടാമത് ക്യൂൻ ഓഫ് പെൻഡക്കിൾസ്, 7 ഓഫ് വേർഡ്സ്, ഇതാണ് മൂന്നാമത്തെ കാർഡ്. അപ്പോൾ എന്താണ് നമുക്കിതിലുള്ള ഡീറ്റെയിൽ? 9 ഓഫ് കപ്സ് ആണ് ആഗ്രഹങ്ങൾ സഫലീകരിക്കുക, സന്തോഷവും സംതൃപ്തി നിറഞ്ഞൊരു ജീവിതമാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. മാനസിക സമാധാനം, സാമ്പത്തിക സുഖ സൗകര്യങ്ങൾ, നന്ദിയും പോസിറ്റീവുമായിട്ടുള്ള ഒരു നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഭയങ്കര അധികം സന്തോഷവും നന്ദിയൊക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി പ്രൊമോഷൻസൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് കാലതാമസം വരുന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ കിട്ടും. ഇപ്പോഴെങ്ങനെയാണോ നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ തുടർന്നും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഉടനെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പ്രൊമോഷൻ, ആ ഒരു സാമ്പത്തിക നേട്ടം കാര്യങ്ങൾ നിങ്ങൾക്ക് വരാം. പിന്നെ നിങ്ങളുടെ ഒരു പ്രണയം എന്നൊക്കെ പറയുന്ന സമയത്ത് ഇനി പ്രണയവുമായി ബന്ധപ്പെടുത്തി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരാളുമായി കൂടുതൽ അടുപ്പമുള്ള ഒരാളുമായി കൂടുതൽ സ്നേഹം നിങ്ങൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ മെച്ചപ്പെട്ട ഒരു ആശയവിനിമയം ഇല്ലാത്തത് കൊണ്ട് തന്നെ അതൊരു ഇടയ്ക്കൊരു ബ്ലോക്കായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സ് തുറന്ന് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അവരിൽ നിന്ന് കൂടുതൽ സ്നേഹം പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ബന്ധം ഊഷ്മളമായി പോകുമെന്ന് തന്നെയാണ് ഈ ഒരു കാർഡിൽ പറയുന്നത്. രണ്ടാമത്തെ കാർഡ് 7 ഓഫ് വേർഡ്സ് ആണ്. ഇതിലെന്ന് പറയുന്നത് മറച്ചു വെച്ച കാര്യങ്ങൾ ഇതെല്ലാം പുറത്തേക്ക് വരുന്ന വഞ്ചനയിൽ നിന്ന് നിങ്ങൾ മോചിതനാകുന്നു. നിങ്ങളിപ്പോൾ ഒരു എന്തൊക്കെയോ ഒരു കാര്യങ്ങളിലൂടെ ഇങ്ങനെ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞോ കുറച്ച് കാര്യങ്ങളിലൂടെ നിങ്ങളിങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. നിങ്ങൾ ആ ഒരു ബന്ധം നേരത്തെ പറഞ്ഞില്ല, ആ ഒരു ബന്ധം നിങ്ങൾക്ക് ഊഷ്മളമായി കൊണ്ടുപോകാൻ പറ്റാത്തതിന് കാരണമായിട്ട് എന്തൊക്കെയോ കാരണങ്ങൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു വഞ്ചനയിൽ നിന്നെല്ലാം നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ ആ ഒരു യഥാർത്ഥ സ്നേഹം കാര്യങ്ങളെല്ലാം ഉള്ളു തുറക്കാൻ പോവുകയാണെന്നാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ജോലിയൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സീനിയറായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതുവരെ പറയണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങൾ നേരത്തെ ആഗ്രഹിച്ച ആ ഒരു പ്രൊമോഷൻ കാര്യങ്ങളിലേക്കെല്ലാം നിങ്ങൾക്ക് എത്താനുള്ള ചാൻസസ് ആണ് ഇതിൽ കാണുന്നത്. എവിടെ ഈ ഒരു കാർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് എവിടെ എന്ത് ഒരു വഞ്ചന ആര് നിങ്ങളിൽ കാണിച്ചു കഴിഞ്ഞാലും അതിൻ്റെ എല്ലാം സത്യം, അതായത് ആ മനസ്സമാധാനം കിട്ടണമെങ്കിൽ ആ ഒരു സത്യം പുറത്തേക്ക് വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് കാര്യമാണോ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ മനസ്സിൽ എന്താണോ നിങ്ങളെ വിഷമിപ്പിക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ ഏത് റിലേഷൻഷിപ്പിലാണോ ഒരു വിഷമിച്ച് ഉള്ളു തുറന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്ലാരിറ്റി പുറത്ത് വരുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ലൈഫ് ലോങ് നിങ്ങൾക്കൊരു മനസ്സമാധാനവും സന്തോഷവും ഊഷ്മളമായിട്ടുള്ള ഒരു ബന്ധവും ആ ഒരു തരത്തിലുള്ള പ്രൊമോഷൻസ് കാര്യങ്ങൾ എല്ലാത്തിലേക്കും നിങ്ങൾക്ക് കണക്റ്റഡ് ആവാനായിട്ട് പറ്റുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് ആണ്. ഇതിൽ നമ്മൾ പറയുന്നത് സ്വന്തം ആവശ്യങ്ങളെ അവഗണിച്ചുകൊണ്ട് മറ്റുള്ളവർക്കായിട്ട് ഒരുപാട് പരിഗണന കൊടുക്കുന്നുണ്ടെങ്കിലും ആ പരിഗണന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ തിരിച്ച് കിട്ടുന്നില്ല. നിങ്ങളുടെ ജോലിയിലോ വീട്ടിലോ ഒക്കെ ഒരു ബാലൻസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളെല്ലാം ഈ ഒരു കാർഡിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ക്ഷീണം, ഉന്മേഷക്കുറവ്, ഭയങ്കര തളർച്ച, അവഗണന, ഒറ്റപ്പെടുത്തൽ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു കാർഡിലേക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ സ്വന്തം വികാരങ്ങളെല്ലാം നിങ്ങൾ അടിച്ചമർത്തി വളരെയധികം വിഷമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം. അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ഒരു ക്ഷീണം നമുക്കുണ്ട്, ഉത്തരവാദിത്തം കൂടുതലുണ്ട്, എന്നാൽ സ്വയം ആരും എന്നെ ശ്രദ്ധിക്കാനില്ല എന്നുള്ളൊരു തോന്നൽ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിലൂടെ ഇപ്പോൾ കടന്നു പോയിട്ടുണ്ടായിരിക്കും. പണത്തെക്കുറിച്ച് നിങ്ങൾ അവലാതിപ്പെടേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന എമൗണ്ട് നിങ്ങളിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ നിങ്ങളുടെ ചിലവുകൾ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കാനുള്ള ഒരു കപ്പാസിറ്റി കൂടി നിങ്ങൾ കണ്ടെത്തണം. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ DM വരാം.